അമേരിക്ക യമനെ ആക്രമിച്ചതിന് പിന്നാലെ തിരിച്ചടിച്ച് ഹൂതികളും. യു.എസ്. യുദ്ധക്കപ്പലായ USS ട്രൂമാനെ ലക്ഷ്യമിട്ട് ശക്തമായ തിരിച്ചടിയാണ് യമനിലെ സായുധ ഗ്രൂപ്പ് നൽകിയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ചെങ്കടലിലെ അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS ട്രൂമാനെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. നേരത്തെ യമനിലെ സാദയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഈ യുദ്ധക്കപ്പലിൽ നിന്ന് 4 ആക്രമണങ്ങളാണ് യമൻ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയത്. സാദയിലെ സോളാർ എനർജി പ്ലാന്റിന് ലക്ഷ്യമിട്ടും അമേരിക്ക ആക്രമണം നടത്തി. പിന്നാലെ ഹൂതികളും തിരിച്ചടിച്ചു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് യഹിയ സാരി വെളിപ്പെടുത്തി. സാദയിൽ അമേരിക്ക 4 വ്യോമാക്രമണങ്ങളാണ് നടത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ ഹൂതി നേതാവ് കൊല്ലപ്പെട്ടതായും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് USS ട്രൂമാന് നേരെ ഹൂതികൾ മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഹൂതികൾ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിക്കാൻ തുടങ്ങിയത്. തുടർന്ന് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചിരുന്നു. ഇത് വലിയ പ്രതിസന്ധിയും സൃഷ്ടിച്ചിരുന്നു. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹൂതികൾ ആക്രമണം നിർത്തിവെക്കുകയും ചെയ്തു. അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് രണ്ടാമതും അധികാരമേറ്റതോടെയാണ് ഹൂതികൾക്കെതിരെ നീക്കം തുടങ്ങിയത്. ജനുവരി മുതൽ ഹൂതികൾക്കെതിരെ നടപടി തുടങ്ങിയിരുന്നു. ഇസ്രായേലിനെതിരെ ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങിയതോടെയാണ് അമേരിക്ക വീണ്ടും യമനിനെ ലക്ഷ്യമിട്ട് നേരിട്ട് ആക്രമണം തുടങ്ങിയത്. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഹൂതികൾ ഭീഷണിയാണ്. അവരെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ ജലപാതകളിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ വാണിജ്യ കപ്പലുകളെ തടയാൻ ഒരു തീവ്രവാദ ശക്തികൾക്കും കഴിയില്ല. ഇറാൻ ഹൂതികളെ പിന്തുണയ്ക്കുന്നത് നിർത്തണമെന്നും ട്രംപ് വ്യക്തമാക്കി. അതിനിടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷവും തീവ്രമായിരിക്കുന്നു. ഈ സംഘർഷത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് റഷ്യ. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം ഉടലെടുക്കുമെന്ന മുന്നറിയിപ്പാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ നൽകിയിരിക്കുന്നത്. ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. പിന്നാലെയാണ് ഇറാനുമായി സൗഹൃദം പുലർത്തുന്ന റഷ്യ പ്രതികരണവുമായി എത്തിയത്. അമേരിക്കയും റഷ്യയും തമ്മിൽ അടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ വാർത്തയും എത്തിയത്. ട്രംപ് 2ാം തവണ വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമാണ് കാലാകാലങ്ങളിൽ നിലനിന്നിരുന്ന ശത്രുത അവസാനിപ്പിച്ച് ട്രംപ് പുടിൻ സൗഹൃദം ഉടലെടുത്തത്. ഇരുവരും പല വിഷയങ്ങളിലും പരസ്പര പിന്തുണ നൽകി മുന്നോട്ട് വന്നിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയ ചില ധാരണകളും നിലവിൽ വന്നു. പല ഉപരോധങ്ങളും നീക്കുവാനും തീരുമാനിച്ചിരുന്നു. റഷ്യയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യങ്ങളിലൊന്നായ ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തിയതോടെ ആ സൗഹൃദം ഇല്ലാതായേക്കുമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം.